എന്റെ അമ്മയെ കിടന്നങ്ങ് ഉറങ്ങുന്ന കൈവയ്ക്കായിരുന്നു. കിടന്ന് ഉറങ്ങുന്ന ലോബി ഇത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ അവിടെ വലിയ മുസ്ലിം പള്ളിയുണ്ട് നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത്. അതിന്റെ 4 ചുറ്റും കിടന്ന് കറങ്ങുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഡയറ്റ്. ഇപ്പൊ യൂട്യൂബിൽ ഇവന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ഡയറ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു എല്ലാവർക്കും പ്രേക്ഷകർക്ക്. അത് നല്ല തടിയായിരുന്നു. ഡയറ്റ് ചെയ്യുന്നുണ്ട്. ഡയറ്റിന്റെ ഒരു ചെറിയ പ്ലാൻ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി എന്നോടൊപ്പം സൈസ് ഉള്ളവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് പറയാം. ഒന്ന് നോട്ട് ചെയ്താൽ നമുക്കിത് ഉപയോഗപ്രദമാകും. എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഡയറ്റിങ്ങിന്റെ മെയിൻ പരിപാടി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്. കളയണം. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അപ്പൊ ആ സ്ഥാനത്ത് എന്ത് ചെയ്യും? ചോറ് കഴിക്കണം. രാവിലെ ആരെങ്കിലും ചോറ് കഴിക്കും? രാവിലെ ചോറ് കഴിക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ചോറ് കഴിക്കും. ഉച്ചത്തെ ചോറ് രാവിലെ കഴിക്കണം. അതെ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. നമ്മൾ ഡയറ്റിംഗ് അല്ലേ. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പാടില്ല. അപ്പൊ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? രാവിലെ സ്കിപ്പ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ല, നമ്മൾ ഡയറ്റിങ്ങിന്റെ പ്ലാൻ അതാണ്. പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് 6 മണിക്ക് കഴിച്ചോ. അതായത് നമ്മൾ രാത്രി കഴിക്കേണ്ട ഡിന്നർ 6 മണിക്ക് കഴിക്കണം. 6 മണിക്ക് കഴിക്കണം. ഡിന്നർ എന്താണ് കഴിക്കേണ്ടത്? 2 ചപ്പാത്തി. 2 ചപ്പാത്തി കഴിച്ചാൽ നമുക്ക് വിശക്കും. 2 കിലോയുടെ 2 ചപ്പാത്തി. അപ്പൊ എത്രയായി? 4 കിലോ ആയി. 4 കിലോ. 1 കിലോ ഉരുളക്കിഴങ്ങ്. പിന്നെ അതിന്റെ ഗ്രേവികൾ കൂടി 5.5 കിലോ ആയില്ലേ. എന്നിട്ട് 8 മണിക്ക് കിടന്ന് ഉറങ്ങിക്കോട്ടെ. 6 മണിക്ക് ഇത്രയും കഴിച്ചാൽ 8 മണിക്ക് കിടന്ന് ഉറങ്ങിയാൽ ഇതിന്റെ ഇടയിൽ നമുക്ക് വിശക്കും. എന്താ പറഞ്ഞാ? ഇതിന്റെ ഇടയിൽ നമുക്ക് വിശക്കും. സാധാരണ നിങ്ങൾ തലയിണക്കൊക്കെ എന്താണ് നിറയ്ക്കുന്നത്? നമ്മൾ സ്പോഞ്ച് പഞ്ഞിയൊക്കെയാണ് നിറയ്ക്കുന്നത്. ഞാൻ പൊരി നിറയ്ക്കും. രാത്രി ആരും സൗണ്ട് കേൾക്കാതെ ബ്ലൈഡിന് പോലും 2 ചവചവയ്ക്കും കിടന്നു പറയണം. പക്ഷെ രാവിലെ 5 മണിക്ക് എണീറ്റ് ഓടും. അതടിപൊളി. അത് ചെയ്യണം. അത് ഞാൻ ഇന്ന് കണ്ടു. ഞാൻ പറഞ്ഞു 2 ദിവസം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് നോബി ഓടുന്നത്. എത്ര കിലോമീറ്റർ ഓടും? ഇല്ല, വീടിന്റെ ഫ്രണ്ടിൽ ബാക്ക് വരെ ഓടും. വീടിന്റെ ഫ്രണ്ടിൽ ബാക്ക് വരെ ഓടും. അത് തൊട്ടടുത്തല്ലേ? അതെ. എന്തിനാ ബാക്ക് പോകണം? പേരൊക്കെ ഉറക്കുക. നേരം എടുത്താൽ പിള്ളേർ പറക്കുള്ളൂ. ഇതാവുമ്പോൾ സുഖമല്ലേ. പിന്നെ വീണ്ടും അതുപോലെ രാവിലെ വരും, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ചോറ് കഴിക്കും, വീണ്ടും ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ് നമ്മൾ ഡയറ്റ്. 2 പണിയുടെ വവ്വാല് കഴിച്ചില്ലടാ. എടാ നോബി, എന്താണ് ഒരു അറിയിപ്പുണ്ട്. ഇവിടെ പുറകില് നമ്മുടെ ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ ഗ്രീൻ റൂമിലിരുന്ന ബ്രെഡും ജാമും കാണാനില്ല. അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അല്ലെ. അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് കൊച്ചുകുട്ടികളാണ് കൊണ്ടു കൊടുക്കണം. അല്ല, പുറകെയുള്ള ഡാൻസ് കളിക്കുന്ന കുട്ടിയില്ലേ, കുട്ടികളെ അവരെ ബ്രെഡും ജാമും കാണാനില്ല. അത് 3-4 കവർ ഉണ്ടായിരുന്നു. അടുത്ത് അത് കുട്ടികൾക്ക് വെച്ചിരുന്നതാണ്. അതെ, ഞാൻ വിചാരിച്ചു നമുക്കുള്ള അടുത്ത് ബാഗിൽ വെച്ച് പ്ലേറ്റിൽ ഇത് പിന്നെ ആരുടെ നോട്ടീസ് കൊണ്ടുവന്നത്? ഇത് ഗോപൻ ചേട്ടൻ. ഇതാര്? ഗോപൻ ചേട്ടൻ. അപ്പൊ പുള്ളിയല്ലേ സമാധി ആയത്? അത് ഇതാണ് നോബിയുടെ ഡയറ്റ്. എവിടെ പോകും? മൊമ്മറ്റില്ല ഉണ്ടാ. അപ്പം പ്രിയമുള്ളവരെ, ഞങ്ങൾ വന്നപ്പോഴേ പറഞ്ഞു NSSന്റെ ഒരു ആദരവ് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫസ്റ്റ് എൻട്രി കഴിഞ്ഞിട്ട് ഞങ്ങളത് മേടിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷൻ തീർന്നിട്ടില്ല. ഇടയ്ക്ക് 2 സ്കിറ്റുമായിട്ട് വരും. ഈ സപ്പോർട്ട് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സലാമ. താങ്ക് യു സോ മച്ച്.